ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഗോപൻ സ്വാമിയുടെ വീടിന് പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ആണ്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. വിവാദമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ പ്രതികരണങ്ങൾക്ക് ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തത്. പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വികാരം കൂടിയുണ്ട്. ആ പ്രദേശത്ത് ചില ഹൈന്ദവ സംഘടനകൾ ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ മൃതദേഹം അവിടെ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കില്ല, നീക്കം ചെയ്യരുത് എന്ന നിലപാട് ഗോപൻ സ്വാമിയുടെ കുടുംബം സ്വീകരിച്ചിരുന്നു. അതിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ കുടുംബാംഗങ്ങളെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്ന മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അവരിൽ നിന്ന് രേഖകൾ വാങ്ങുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ സമ്മതപത്രം വാങ്ങുന്നതിന് വേണ്ടിയോ ഒക്കെ ആയിരിക്കാം ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വിവാദമായ പശ്ചാത്തലത്തിൽ അവർ എതിർപ്പറിയിച്ചാൽ പോലും പോലീസിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കൃത്യമായി പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. ഫോറൻസിക് പരിശോധന അടക്കം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദഗ്ധ സംഘം ഈ പരിസരത്ത് എല്ലാമുണ്ട്. അസ്വാഭാവികമായ ഒരു മരണമാണോ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ആണ് ഇപ്പോഴും സംഘം ശേഖരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വീടിന്റെ പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ വലിയ പോലീസ് സന്നാഹം ഇപ്പോഴും തുടരുക തന്നെയാണ്. നേരത്തെ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് കഴിഞ്ഞയാഴ്ച ഇത്തരത്തിൽ മൃതദേഹം പരിശോധിക്കുവാനുള്ള ഒരു നീക്കം പോലീസ് നടത്തിയെങ്കിലും അതിൽ നിന്ന് പിന്മാറിയത്. എന്നാൽ ഗോപൻ സ്വാമിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു നിലപാടുണ്ടായില്ല. മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്നുള്ളതായിരുന്നു കോടതിയുടെ ചോദ്യം. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തിടത്തോളം ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടാൻ സാധിക്കില്ല. മരണത്തിൽ ദുരൂഹതയുണ്ടായെങ്കിൽ അത് നീക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഹൈക്കോടതി വിലയിരുത്തിയ പശ്ചാത്തലം. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മൃതദേഹം കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ആശുപത്രിയിൽ നിന്ന് വി വിനോദ് വിശദാംശങ്ങൾ നൽകും. വിനോദ്, മൃതദേഹം അവിടെ എത്തിച്ചോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, അല്പസമയത്തിനുള്ളിൽ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് എത്തിക്കും. നെയ്യാറ്റിൻകരയിൽ നിന്ന് നേരത്തെ തന്നെ ആംബുലൻസ് പുറപ്പെട്ടിരുന്നു. ഈ ആംബുലൻസ് അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടിയാണ്. ഇന്ന് 6ഓളം പോസ്റ്റ്മോർട്ടങ്ങൾ നടക്കേണ്ടതുണ്ട് ഇവിടെ. എന്നാൽ ആദ്യം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങളാണ്. ഒരുപക്ഷെ ആദ്യത്തെ പോസ്റ്റ്മോർട്ടമായി തന്നെ നടത്താനും സാധ്യതയുണ്ട്. ഡോക്ടർമാരുടെ സംഘം ഇതിനൊപ്പം അനുഗമിക്കുന്നുണ്ട്. പ്രധാനമായും ഇത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് സ്ഥിരീകരിക്കുക ആണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ തുടർന്ന് പോലീസിന്റെ അന്വേഷണം ഉണ്ടാകും. ഈ മർദ്ദനമേറ്റ പാടുകൾ അത് ഇൻക്വസ്റ്റ് സമയത്ത് തന്നെ മനസ്സിലാകുന്ന തരത്തിലുള്ള പരിക്കുകൾ, അത്തരം കാര്യങ്ങളുണ്ടോ എന്ന കാര്യം ഇൻക്വസ്റ്റ് സമയത്ത് തന്നെ അറിയാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ആന്തരിക അവയവങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷതമോ അല്ലെങ്കിൽ ശരീരത്തിൽ വിഷാംശമോ ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ രാസപരിശോധനാ ഫലത്തിലൂടെ വ്യക്തമാകുന്നതായിരിക്കും. ഏതായിരുന്നാലും ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുമെന്ന കാര്യം പോലീസ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. RDO വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മൃതദേഹം സൂക്ഷിക്കേണ്ട കാര്യമില്ല. ആശുപത്രി മോർച്ചറിയിലോ അല്ലെങ്കിൽ പോലീസ് അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട കാര്യമില്ല. പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞാൽ സ്വാഭാവിക നടപടിയാണ് വീട്ടുകാർക്ക് മൃതദേഹം വിട്ടുകൊടുക്കുക എന്നത്. പിന്നീട് ഇതിന്റെ വിശദമായ പരിശോധനാ ഫലങ്ങൾ വന്ന ശേഷമാണ് ഇതിലെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടെങ്കിൽ അതിന്മേൽ അന്വേഷണം നടത്തുക എന്നത്. ആ നിലയിലേക്ക് എങ്കിൽ പോലീസിന്റെ അന്വേഷണം പോവുകയും ചെയ്യും. ഏതായിരുന്നാലും അല്പസമയത്തിനുള്ളിൽ മൃതദേഹം ഇവിടേക്ക് എത്തിക്കും. അഭിലാഷ്, അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കും. പിന്നീട് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ഒപ്പം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടമടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ആ മൃതദേഹം തിരികെ സ്വീകരിക്കാൻ കുടുംബം തയ്യാറാകുമോ എന്നതിൽ നമുക്ക് വ്യക്തതയില്ല. നേരത്തെ സമാധിയിരുത്തി എന്നാണ് കുടുംബം അവകാശപ്പെടുന്നത്. അത് ആ നിലയിൽ തന്നെയാണ്. അതായത് പോലീസിനോട് ഏത് തരത്തിൽ ആണ് സമാധി ഇരുത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട് കുടുംബം പ്രതികരിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് എന്നതാണ് പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നത്. ഇരുത്തിയ നിലയിൽ ആയിരുന്നു മൃതദേഹം. ഒപ്പം പൂജാദ്രവ്യങ്ങൾ അടക്കം കല്ലറയിൽ നിറച്ചിരുന്നു എന്ന് നേരത്തെ തന്നെ കുടുംബാംഗങ്ങൾ പറഞ്ഞതാണ്. ഈ നിലയിൽ തന്നെ മൃതദേഹം കല്ലറയിൽ
കാണാൻ സാധിച്ചു. പ്രാഥമികമായി മൃതദേഹം ഗോപൻ സ്വാമിയുടേത് എന്ന പ്രാഥമികമായ നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തുകയും ചെയ്തത്. എങ്ങനെയാണ് പോലീസ് നടപടികൾ പുരോഗമിച്ചത് എന്നത് അവിടുത്തെ കൗൺസിലർ ആണ് നേരത്തെ വ്യക്തമാക്കിയത്. കൗൺസിലറിന്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സ്ലാബ് ജോലിക്കാർ വെച്ചു ചെയ്തായിരുന്നു. സ്ലാബ് പൊക്കി എന്നിട്ട് പുറത്ത് വെച്ചതിന് ശേഷം മൂന്ന് സൈഡ് ഫ്രണ്ടിൽ 2 സ്ലാബായിരുന്നു. അതിനെ ഓരോന്നായിട്ട് ഇളക്കി മാറ്റി. എന്നിട്ട് ഒരു സൈഡ് ആദ്യം വല സൈഡ് പൊളിച്ചു. അതിൽ പുറത്താണ് സിമന്റ് കൊണ്ട് പൂശിയിരുന്നത്. സിമന്റ് കെട്ടായിരുന്നു, ചുടുകല്ലായിരുന്നു. ഇതിന്റെ അകത്ത് മൊത്തം ഭസ്മമായിരുന്നു. എവിടം വരെ ഉണ്ടായിരുന്നു ഭസ്മം? കരുത്ത് വരെ ഇട്ടതായിരിക്കും, പക്ഷെ അതിന് അല്പം കൂടി താന്ന് സെറ്റായതുകൊണ്ടായിരിക്കും അല്പം കൂടി താന്നിരിക്കുന്ന നിലയിലായിരുന്നു. മുഖം തിരിച്ചറിയാം. പിന്നെ നല്ല രീതിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ തുണി കൊണ്ട് ശരീരം മൊത്തം പുതച്ചിരിക്കുകയായിരുന്നു. അത് ഈ ഭസ്മത്തിന്റെയും കർപ്പൂരത്തിന്റെയും ഇതുകൊണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. വെള്ളയായിട്ടാണ് കണ്ടത്, തോന്നിയത്. പക്ഷേ അത് ഗോപൻ സ്വാമിയാണ് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അറിയാം. എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഗോപൻ സ്വാമി എന്ന് തന്നെ അറിയാം. സമാധി ഇരിക്കുന്ന തരത്തിൽ അതുപോലെ ആയിരുന്നു അദ്ദേഹത്തിന്. ഇരുന്നതെല്ലാം അതേപോലെ തന്നെയാണ്. പൂജാദ്രവ്യം ഇല്ല, ഈ കർപ്പൂരത്തിന്റെ സ്മെല്ല് അറിയാമായിരുന്നു. കർപ്പൂരത്തിന്റെ സ്മെല്ല് ഉണ്ടായിരുന്നു. എത്ര സമയം എടുത്തു അവിടെ എല്ലാ കാര്യങ്ങളും കൂടി? 7:15 തൊട്ട് 9:30 വരെ, 9:15 വരെ. അപ്പോ കാര്യം നമുക്ക് ഫോണെല്ലാം അവര് നമ്മളെ മാറ്റി വാക്കിയായിരുന്നു. ഇരിക്കുന്ന അവസ്ഥയില്ല. അതേ അവസ്ഥയിൽ തന്നെയാണ് കൊണ്ടുപോയത്? അല്ലല്ല, പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി. ടേബിളിൽ കിടത്തി മൊത്തം. പിന്നെ ജനപ്രതിനിധികളെ കൂടി നിർത്തി ഫോട്ടോ എടുത്തു. പിന്നെ അതിനുശേഷം ഇൻക്വസ്റ്റ് നടത്തി ആണ് കൊണ്ടുപോയി ആർടിഒയുടെ സാന്നിധ്യത്തിൽ. കൗൺസിലറുടെ പ്രതികരണം അനുസരിച്ച് ഈ സമാധിയായി എന്ന് പറയുന്ന ഗോപൻ സ്വാമിയുടെ മൃതദേഹം തന്നെയാണ് അവിടെ കണ്ടെത്തിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമായി വരുന്നത്. പോലീസും പ്രാഥമികമായി ആ നിഗമനത്തിലേക്ക് തന്നെ ആണ് എത്തിയത്. കുടുംബം പറഞ്ഞ തരത്തിൽ തന്നെയായിരുന്നു മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. ഇരുത്തിയ നിലയിൽ ആയിരുന്നു, പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിൽ കൂടിയായിരുന്നു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കി, സാങ്കേതിക പരിശോധനകൾ പൂർത്തിയാക്കി അതിന്റെ ഫലം വരുമ്പോൾ മാത്രമാണ് അസ്വാഭാവികതയുണ്ടായിരുന്നു ഈ മരണത്തിന് എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. ഈ വാർത്തയിലേക്ക്, വിശദാംശങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.